ഹലോ, ലിസുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസി. നമ്മളിന്നിവിടെ തയ്ക്കാൻ പോകുന്നത് ഒരു നൈറ്റ് ഡ്രസ്സാണ്. സിഗരറ്റ് പാൻറ്റും ടോപ്പുമായിട്ടുള്ള നൈറ്റ് ഡ്രസ്സ്. അതിൽ ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡൽ നേരത്തെ കാണിച്ചിരുന്ന ഒരു നൈറ്റിയുടെ മോഡലാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സാബു ശരിക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ മോഡൽ തയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നമ്മൾ ഈ നൈറ്റ് ഡ്രസ്സിൻ്റെ മുകളിലത്തെ ടോപ്പാണ് നമ്മൾ തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് വീതിപ്പാടിനാണ് എടുത്തിരിക്കുന്നത്. കാരണം ഈ ടോപ്പിന് അധികം ഇറക്കം വേണ്ട, നൈറ്റി മാതിരി ഇറക്കം വേണ്ടല്ലോ, ഒരു 35 ഇഞ്ചൊക്കെ ഇറക്കം മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീതിപ്പാടിന് എടുത്തിരിക്കുകയാണ്. വീതിപ്പാടിന് 4ആയിട്ട് മടക്കി എടുത്തിരിക്കുകയാണ്. 4ആയിട്ട് മടക്കി 17 ഇഞ്ച് വീതിയിൽ 4ആയിട്ട് മടക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി കൊണ്ട് നമുക്ക് പാൻറ്റ് തയ്ക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ മുറിച്ചെടുത്തത് 17 ഇഞ്ച് വീതിയിൽ. ഇതിനി നമുക്ക് മുകളിലത്തെ പാർട്ടിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് 10 ഇഞ്ച് ഇറക്കം മതി. 9 ഇഞ്ച് ഇറക്കമാണ് വേണ്ടിയത്. അപ്പം നമ്മൾ 1 ഇഞ്ച് തുമ്പ് കൂടെ ഇട്ടിട്ട് 10 ഇഞ്ചാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത്. ആ 10 ഇഞ്ച് രണ്ട് സൈഡിലും 10 ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനാക്കാം. ഇനി സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ചും സൈഡിലേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലേക്ക് ഒരു 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നതിലെ നമുക്കിങ്ങോട്ട് വെട്ടിയെടുക്കാം. ഇനി നമ്മൾ ബാക്ക് പീസാണ് എടുക്കുന്നത്. ബാക്ക് പീസ് എടുക്കണമെങ്കിൽ നമുക്ക് അതിനെ ഇറക്കം മുകളിലത്തെ പീസിന് നമ്മൾ നേരത്തെ പറഞ്ഞാണ് 10 ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടിയത്. അത് ആ സെൻറ്റർ ഭാഗത്ത് മാത്രമേ 10 ഇഞ്ച് കിട്ടുള്ളൂ നമ്മൾ വെട്ടിയതിൻ്റെ ബാക്കിയായിട്ടുള്ള. അപ്പോൾ അവിടെ നിന്ന് വേണം നമുക്ക് ബാക്ക് പീസ് എടുക്കാനായിട്ട്. അപ്പം ഒരു ഭാഗം അങ്ങ് മാറ്റിയിടുക. ഇവിടെ വീതി കിട്ടിയെന്ന് പറഞ്ഞാലും കാര്യമില്ല, അവിടെ കൊണ്ട് ഇറക്കം കിട്ടേണ്ടത്. ഇതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് വേണം, ആ 10 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് വേണം നമ്മളിങ്ങോട്ടേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് അളന്ന് നോക്കുമ്പോൾ കണ്ടോ 10 ഇഞ്ച് ഇറക്കം അവിടെയുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് വണ്ണമാണ്. വണ്ണം നമുക്ക് ഒരു 11 ഇഞ്ച് വണ്ണം എടുക്കാം. അതുപോലെ താഴെയും 11 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് വേണ്ടിയത് നമുക്ക് ഷോൾഡറാണ്. ഷോൾഡർ നമുക്കൊരു 6.5 ഇഞ്ചൊക്കെ ഷോൾഡർ മതി. ഇത് കുറച്ചുകൂടെ ചെറിയ പിള്ളേർക്കുള്ളതല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഷോൾഡർ കുറച്ചെടുക്കുന്നത്. നൈറ്റിക്ക് നമ്മൾ സാധാരണ 7 എടുക്കുന്നത്. ഇവിടെ നമ്മൾ 6.5 ഷോൾഡർ എടുത്താൽ മതി. ഒരു കൈക്കുഴി ഒരു 7 എടുക്കുക. കാരണം കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈക്കുഴി 7 ഇഞ്ച്. ഇനി നമുക്ക് കൈക്കുഴി ഷേപ്പിലെടുക്കാം. ഷോൾഡർ വരച്ചിരിക്കുന്നതിൽ നമ്മളിങ്ങോട്ട് വെട്ടിയെടുക്കുകയാണ്. സെൻറ്റർ മാർക്ക് ചെയ്യാം. അടിഭാഗത്തും മോൾ ഭാഗത്തും സെൻറ്റർ മാർക്ക് ചെയ്യാം. നമ്മൾ ബാക്ക് പീസ് വെട്ടി വെച്ചിരിക്കുന്നത് ആ പീസ് നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മൾ വേറൊരു കളറാണ് കൊടുക്കുന്നത്, മെറൂൺ കളറ്. അപ്പോൾ ആ കളറ് തുണിയിലേക്ക് എടുത്ത് വെച്ച് ഏകദേശം ഒന്നറിയാൻ വേണ്ടി കേട്ടോ, അതുപോലെ അല്ല നമ്മൾ വെട്ടുന്നത്. അപ്പോൾ ഇപ്പം കുറച്ച് വീതിയും നീളവും കൂടുതലുണ്ട്, അത്ര അനുസരിച്ച് ഇങ്ങോട്ട് വെട്ടിയെടുക്കാം. നമുക്കത് പിന്നെ അതിന് ഫ്രണ്ടിലുള്ള അടിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബാക്ക് പീസ് അതിലേക്ക് വെച്ചിട്ട് രണ്ടും കൂടെ ഒപ്പമായിട്ട് വെട്ടിയെടുക്കുന്നത്. അതിൻ്റെ സൈഡും ഓപ്പൺ ആക്കാൻ നമ്മൾ ബാക്ക് പീസ് ഇപ്പം ഫ്രണ്ടിലെ പീസിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതിന് ചെറിയ അടിപ്പൊക്കെ കൊടുക്കേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കൂടുതലെടുക്കാം. ഇറക്കം അതേ തുണിയുടെ ഇറക്കത്തിൽ എടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് ബാക്ക് പീസാണ്. ഫ്രണ്ടിലേക്ക് നമുക്ക് കഴുത്ത് വേറെ പിടിപ്പിക്കാനുണ്ട്. കഴുത്തിനുള്ളത് ഒരു പീസ് കൂടെ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇത്ര എടുത്താൽ മതി. അങ്ങനെ നമുക്കങ്ങോട്ട് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ അടിഭാഗത്ത് നമുക്കൊരു ചെരുവ് വന്നിട്ടുണ്ടല്ലോ, ആ ചെരുവ് വന്നേക്കുന്ന അതേ രീതിയിൽ ചെരിച്ച് വേണം നമുക്ക് ബാക്കി വരാനായിട്ട്. നമുക്ക് ആ വര അതിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ അടിക്കാൻ എളുപ്പമുണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും വരുത്തണം. ഇനി നമുക്ക് ആ വരച്ചിരിക്കുന്നതിൽ നമുക്ക് അടിച്ചു കൊടുക്കണം. വെറുതെ അടിക്കുകയല്ല, ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് അടിക്കണം.
ഇനി നമുക്ക് കൈയാണ് വെട്ടേണ്ടിയുള്ളത്. കൈ നമുക്ക് പഫ് കൈ വെക്കാം. നമുക്ക് മുമ്പേ വെട്ടിയതിൻ്റെ ബാക്കി കിട്ടിയിരിക്കുന്ന തുണിയാണത്. കൈക്ക് നമ്മൾ ബാക്കി കിട്ടിയിരിക്കുന്ന തുണി ഇത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതിൽ പഫ് വെച്ച കൈ ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഇറക്കവും വണ്ണത്തിനൊന്നും വലിയ പ്രശ്നമില്ല. കാരണം നന്നായിട്ട് ഞൊറിയായിട്ടിരുന്നോളും. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മതിൻ്റെ ഇറക്കം നോക്കാം. 9 ഇഞ്ചാണ്, 9 8.5 8.25 ഇഞ്ചാണ് കിട്ടുന്നതിൻ്റെ ഇറക്കം. അപ്പോൾ ഇവിടെ അപ്പുറത്തെ വശത്ത് നിന്ന് നമുക്കൊരു 2.5 ഇഞ്ച് മുകളിലേക്ക് 2.5 ഇഞ്ച് മുകളിലേക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്യാം. താഴെ നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ 2 പോയിൻറ്റും കൂടെ യോജിപ്പിക്കുക. നമ്മൾ മറ്റേതിൻ്റെ എടുക്കുന്ന മാതിരി കൈക്കുഴി കൈയുടെ എടുക്കുന്ന മാതിരിത്തെ കർവൊന്നും വേണ്ട, നേരെ അങ്ങോട്ട് വരച്ചെടുക്കുക. അതുപോലെ വരച്ചിരിക്കുന്ന പോലെ വെട്ടിയെടുക്കാം. സെൻറ്റർ മാർക്ക് ചെയ്യാം. ഞൊറി വരുമ്പോൾ എല്ലാം ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടായിട്ടൊരു മാർക്ക് കൊടുക്കുക. എല്ലാത്തിൻ്റെ 4 പീസയിലും കൂടെ കൂട്ടിയിട്ട് മാർക്ക് കൊടുക്കുക. അടിഭാഗത്ത് ഞൊറി കിട്ടാൻ നമ്മൾ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് പിന്നെ കുഴപ്പമില്ല. അവിടെ തേരുവശമാണ്, നമുക്ക് അവിടെ പിന്നെ മാർക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വെട്ടൽ കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ഫ്രണ്ട് പോർഷന് നമ്മൾ വരയൊക്കെ എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ നമ്മളിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ചെറുതായിട്ട് വീതി കുറച്ച് ഇങ്ങനെ ഒരു അടിപ്പ് വരച്ചിരിക്കുന്നതാണ്. അങ്ങനെ 2 വശവും ഫ്രണ്ട് ഓപ്പൺ വരുന്നതാണ്, അതുകൊണ്ടാണ് 2 വശവും വരുന്നത്. ഇനി നമുക്കിതിലേക്ക് മുകളിലത്തെ പാർട്ടും പിടിപ്പിക്കണം. പിന്നെ ലൈനിങ് വെച്ചാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പം ലൈനിങ് വെട്ടുന്നത് നമ്മൾ ബാക്കിലെ പീസാണല്ലോ നമുക്ക് കൃത്യമായിട്ട് വേണ്ടിയത്. ഇത് നമ്മൾ കൃത്യമായിട്ടുള്ളതല്ലല്ലോ, നമ്മൾ വെറുതെ വെട്ടി അങ്ങനെ തയ്ച്ചെടുക്കുക ചെയ്തേക്കുന്നത്. അപ്പം ബാക്കിലെ പീസ് എടുത്ത് ഒരു പീസയിലേക്ക് എടുത്ത് വെച്ചിട്ട് 2 പീസുണ്ട് കേട്ടോ. 2ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ്. നമുക്ക് 1 മതിയല്ലോ. ഫ്രണ്ടിൽ 2 എണ്ണമായിട്ടാണ് ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ബാക്ക് പീസ് നമ്മൾ വെട്ടി വെച്ചിരിക്കുക, അതെടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വെട്ടിയെടുക്കുക. ബാക്കിൽ ലൈനിങ് വെക്കുന്നില്ല, നമ്മൾ വെറുതെ കഴുത്ത് തയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ ആ പീസ് എടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ടിലത്തെ പീസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ലൈനിങ് വെട്ടിയെടുത്തിരിക്കുന്നത്. അത് സെൻറ്റർ മുറിക്കുക. നമ്മളിനി ഫ്രണ്ടിലത്തെ പീസിന് മുകളിലേക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് വെക്കുന്ന പീസാണ് നമ്മളിപ്പം എടുക്കുന്നത്. അത് നമുക്ക് വേണ്ടിയത് ഒരു 3 ഇഞ്ച് നമുക്ക് കഴുത്ത് വേണം. 3ൻ്റെ ബാക്കി ഷോൾഡർ വരും. 3 6.5 നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 6.5 ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ ഒരു പീസ് എടുത്തിരിക്കുന്നത്. പിന്നെ താഴോട്ടുള്ള ഇറക്കം എന്ന് പറഞ്ഞാൽ കഴുത്തിന് നമുക്ക് ഇറക്കം ഒരു 5 ഇഞ്ചൊക്കെ ഇറക്കം മതി. അപ്പം അതിൻ്റെ മുകളിലും അടിയിലും തുമ്പ് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 6 ഇഞ്ച് നീളത്തിൽ അതെടുത്തിരിക്കുന്നത്. 2ഉം ഒരേപോലെ എടുത്തിരിക്കുന്നത്. വീതി കൂടുതൽ കുഴപ്പമില്ല, നമുക്ക് മറ്റേത് വെച്ച് ഷോൾഡർ തയ്ക്കുമ്പം നമുക്ക് വ്യത്യാസപ്പെടുത്താം, വെട്ടി ലെവലാക്കാം. ഇനി ഇത് നമുക്കൊരു 3 ഇഞ്ചാണ് നമുക്ക് കഴുത്ത് വേണ്ടി. പക്ഷേ ഇവിടെ പടിയൊക്കെ പോകുമ്പം കുറച്ചുകൂടെ കുറയും. അപ്പോൾ ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 സൈഡിൽ 2 പീസയിലും 3.25 വെച്ച് മാർക്ക് ചെയ്യുക. 2 പീസും അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പം എടുത്തു വെക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് എടുത്തു വെക്കുക. അതിൻ്റെ മുകളിൽ കൂടെ അടിക്കുക. അങ്ങനെ 2 ഭാഗത്തൂടെ അടിച്ച് നമുക്ക് മറിച്ചെടുക്കാം. നമ്മളിപ്പം മുകളിലത്തെ കഴുത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അടിച്ചിരുന്നത്. അത് അതിൽ അടിച്ച് ലൈനിങ് മറിച്ചെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കഴുത്തിൻ്റെ വെക്കുന്ന ഭാഗവും കൂടെ വെച്ചിരുന്നതും കൂടെ കൂട്ടി മറിച്ചെടുത്തു. ഇനി ആ 2 പീസും ഒരേ ലെവലിൽ ഒരുപോലെ വെക്കുക. അപ്പോൾ ഫ്രണ്ട് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന 2ഉം കൂടെ ഒരേപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് പീസ് നേരത്തെ വെട്ടി വെച്ചിരിക്കുന്ന ബാക്ക് പീസ് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക. എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവൻ നമ്മൾ മുറിച്ച് മാറ്റുക. ഇനി നമുക്ക് ബാക്കിൻ്റെ കഴുത്ത് തയ്ക്കാം. ബാക്ക് കഴുത്തെടുക്കുകയാണ്. ബാക്ക് കഴുത്തിന് 3 ഇഞ്ച് താഴ്ച 3 ഇഞ്ച് വിരിവും. ഇനി അതൊരു ഷേപ്പിൽ വരച്ചിട്ട് വെട്ടിയെടുക്കാം. ഇനി ക്രോസ് പീസ് എടുത്തിട്ട് കഴുത്ത് നമുക്ക് തുമ്പൊളിക്കാം. ഇനി ക്രോസ് പീസ് 2ഉം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട്
കഴുത്തിൽ വെച്ച് അടിച്ചു കൊടുക്കാം. മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. 2 മടക്കായിട്ട് എടുക്കുക. അങ്ങനെ റൗണ്ടിൽ അടിച്ചു കൊടുക്കുക. തിരിച്ചു മറിച്ച് ഉള്ളിലേക്ക് കൊടുക്കുക. അത് തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലേക്കാണ് കൊടുക്കുന്നത്, പുറമേ കാണുന്നില്ല. അങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം. ബാക്കിലത്തെ പീസിൻ്റെ കഴുത്ത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി വേണ്ടിയത് 2 ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. രണ്ടും ചേർത്ത് വെക്കുക. രണ്ടിൻ്റെ ഷോൾഡർ തമ്മിൽ അടിക്കുക. 2 പ്രാവശ്യം അടിക്കുക. നമ്മളിപ്പം ഷോൾഡർ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടിയത് ഫ്രണ്ടിലത്തെ പീസിന് 2 പടി വെച്ച് കൊടുക്കുകയാണ്. ഒരു സിംഗിൾ പടിയും ഒരു ഡബിൾ പടിയും വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 പീസ് നമുക്ക് മുറിച്ചെടുക്കാം. ഡബിൾ പടിക്ക് ഒരു 3 ഇഞ്ചൊക്കെ വണ്ണത്തിലെടുക്കാം, വീതിയിലെടുക്കാം. മറ്റേത് 1.5 മതി. ഇനി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഡബിളായിട്ട് മടക്കി കൊടുത്താൽ മതി. മടക്കി സൈഡിൽ കൂടെ ഒരു 1/4 ഇഞ്ച് വെച്ച് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുക. മറ്റേതും അതുപോലെ തന്നെ ഡബിളായിട്ട് മടക്കിയിട്ട് അടിച്ചാൽ മതി. സിംഗിൾ പടി ഒരു പ്രാവശ്യം ഒന്ന് അടിക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അടി കാണിച്ചു തരാം. നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്ട്രാ വരുന്ന നീളമുള്ളത് നമുക്ക് മുറിച്ച് കളയാം. ഇനി സിംഗിൾ പടി ഉള്ളിലേക്ക് പോവുക. ഉള്ളിലേക്ക് മടക്കി അടിക്കുക. ഡബിൾ പടി ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ തുമ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് അങ്ങനെ വരും. അതിൻ്റെ മുകളിൽ കൂടെ അടിക്കുക. നമ്മളിതിൻ്റെ പടി അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. ഇനി നമ്മൾ കൈയാണ് തയ്ച്ച് എടുക്കേണ്ടത്. കൈക്ക് പഫ് കൈയാണ് നമ്മൾ വെക്കുന്നത്. നമ്മളാദ്യം മോൾ ഭാഗത്തൊരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാർക്ക് വരെ നമ്മളാദ്യം ഞൊറി ഇട്ട് കൊടുക്കുക. പിന്നെ അടിഭാഗത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എലാസ്റ്റിക്കാണ് വെക്കാൻ പോകുന്നത്. എലാസ്റ്റിക് നമ്മൾ ഒരു കൈക്കൊരു 5 ഇഞ്ച് വണ്ണമൊക്കെ മതി. പക്ഷെ ഞാനിവിടെ 5 ആയതുകൊണ്ട് 10 ഇഞ്ചാണ് നമ്മളിവിടെ എലാസ്റ്റിക് മുറിച്ചെടുത്തിരിക്കുന്നത്. എലാസ്റ്റിക് ഒരു 10 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ചാകുമ്പോൾ അത് വലിച്ചു വെച്ചാണ് നമ്മൾ അടിക്കുന്നത്. അങ്ങനെ ഒരു വശം അങ്ങനെ വലിച്ചു വെച്ചാണ് അടിക്കുന്നത്. അടിക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 ഇഞ്ച് എലാസ്റ്റിക് മതി. അതിങ്ങനെ വെച്ചിട്ട് 2 സൈഡിൽ കൂടെ എലാസ്റ്റിക്കിൻ്റെ 2 സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക. എലാസ്റ്റിക് വലിച്ചു കൊടുത്തിട്ട് 2 സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ കൈ അടിച്ചിട്ട് നമുക്ക് മറ്റേതിലേക്ക് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൈ മോൾ ഭാഗത്ത് ഞൊറി ഇട്ടിട്ടുണ്ട്. അടിഭാഗത്ത് എലാസ്റ്റിക്കും വെച്ച് കൈ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൈ ബോഡി പാർട്ടിലേക്ക് ഫിറ്റ് ചെയ്യണം. അതിന് കൈയുടെ അതിൻ്റെ സെൻറ്ററും കൂടെ കൂട്ടി ഒരേപോലെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊടുക്കുക. അത് അടിക്കുമ്പം ചിലപ്പം വ്യത്യാസം ഇച്ചിരിയൊക്കെ വന്നെന്നിരിക്കാം. അങ്ങനെ വരുവാണെങ്കിൽ ആ ഞൊറി ഒന്നെങ്കിൽ കൂട്ടിയിടാം, അല്ലെങ്കിൽ കുറച്ചിട്ടാണേലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കുമ്പോൾ ചെയ്യാവുന്നുള്ളൂ. 2 കൈയും അതുപോലെ തന്നെ നമുക്ക് പിടിപ്പിക്കാം. നമ്മൾ മുകളിലത്തെ പാർട്ടിൻ്റെ കൈയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പാർട്ടാണ് എടുക്കേണ്ടത്. താഴത്തെ പാർട്ടിന് നമുക്ക് സെൻറ്ററിൽ നിന്ന് കുറച്ച് ഞൊറി ആയിട്ട് ഇട്ട് കൊടുക്കണം. ഞൊറി ഇട്ട് കൊടുത്തിട്ട് വേണം അതിലേക്ക് മുകളിലത്തെ പാർട്ട് പിടിപ്പിക്കാനായിട്ട്. അത് 2 ഭാഗത്തും സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഞൊറി ഇട്ട് കൊടുക്കാം. നമ്മൾ അടിയിലത്തെ പാർട്ട് 2 പീസും കുറച്ച് ഞൊറി ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുകളിലത്തെ പാർട്ടുമായിട്ട് കൂട്ടി യോജിപ്പിക്കാം. 2ൻ്റെ സെൻറ്റർ തമ്മിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം പിടിപ്പിക്കാനായിട്ട്. അപ്പം ഞൊറി കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി അഴിച്ചു വിടുക, അല്ലെങ്കിൽ ഞൊറി ഇട്ട് കൊടുക്കുകയോ ചെയ്യാം. ഇനി അത് നമുക്ക് ഇനി പിടിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ ഫ്രണ്ട് പീസ് നമ്മൾ പടി അടിച്ചിരിക്കുന്നത് 2ഉം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. പിന്നെ മുകളിലത്തെ പാർട്ടും താഴത്തെ പാർട്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് 2 ഫ്രണ്ടും ബാക്കും നമ്മളങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. വണ്ണം ഇതിന് നമുക്കൊരു 19 ഇഞ്ച് വണ്ണം മതി. കൈക്ക് 5 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്. 5 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്തുക. വണ്ണം 19 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ അടിച്ച് താഴേക്ക് പോവുക. നമ്മൾ കൈയും സൈഡും കൂട്ടിയടിച്ച് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇറക്കമാണ്. ഇറക്കം കൂടെ അടിയും കൂടെ മടക്കി അടിച്ചാൽ മതി. ഇറക്കം നമുക്കൊരു 35 ഇഞ്ച് ഇറക്കം മതി. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ 1 ഇഞ്ചോടെ കൂട്ടി ഒരു 36-ന്
അടയാളപ്പെടുത്തി ബാക്കി മുറിച്ച് കളയാം. ഇനി അടി ചെറുതായിട്ട് മടക്കി അടിച്ചാൽ മതി. ഒന്ന് മടക്കി രണ്ടാമത് ഒന്നും കൂടെ മടക്കി അടിക്കാം. അടിയും മടക്കി അടിച്ച് ഡ്രസ്സ് തയ്ച്ച് പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പം ചെയ്യേണ്ടത് ഒരു പോക്കറ്റും കൂടെ വെക്കാനുണ്ട്. പോക്കറ്റ് ഒരു 18 ഇഞ്ച് താഴ്ചയിൽ വലതുവശത്തായിട്ട് ഒരു പോക്കറ്റും കൂടെ നമുക്ക് വെക്കാം. അങ്ങനെ നമ്മൾ നൈറ്റ് ഡ്രസ്സിൻ്റെ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞു. ഇനി സിഗരറ്റ് ബാൻഡാണ് തയ്ക്കാനുള്ളത്. അതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തുക. അപ്പോഴേ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.